നമസ്കാരം. രാധൻ റിക്കി പണ്ഡിറ്റ് വെട്രിവേൽ അല്ലെങ്കിൽ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ അല്ലെങ്കിൽ റിക്കി പണ്ഡിറ്റ് വെട്രിവേൽ, ഈ പേര് ഇന്നലെ മുതൽ കേരളത്തിലെ പല മാധ്യമങ്ങളും, മാപ്രകളെന്ന് വിളിക്കാം അവരെ, വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നൊരു പേരാണ്. ഈ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ സ്വകാര്യ ജ്യോതിഷനാണ്. സ്വകാര്യ ജ്യോതിഷൻ എന്ന് പറയുവാൻ സാധിക്കില്ല, എന്നാലും വിജയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ജ്യോതിഷികളിൽ ഒരാളാണ് ഈ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. ഇദ്ദേഹം വിജയുടെ വിജയം നേരത്തെ പ്രവചിച്ചിരുന്നു. വിജയ് മുഖ്യമന്ത്രിയാകുമെന്നും പ്രവചിച്ചിരുന്നു. തന്നെയുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വിജയുടെ രാഷ്ട്രീയമായ ഓരോ നീക്കങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് വിജയ് ഇന്നലെ രാധൻ വെട്രിവേൽ പണ്ഡിറ്റിനെ തൻ്റെ മന്ത്രിസഭയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് OSD എന്ന് ചുരുക്കി പറയുന്ന ഒരു പദവിയിലേക്ക് നിയമിച്ചിരിക്കുകയാണ്. ഇതൊരു സർക്കാർ നിയമനമാണ്. ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ തമിഴ്നാട്ടിൽ ഇപ്പോഴേ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് അത് ശരിയല്ല എന്ന് പറഞ്ഞു. CPIM ഇപ്പോൾ തന്നെ അൺആക്സെപ്റ്റബിൾ, ഇത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കില്ല, കാരണം ഇത് ഇങ്ങനെ ഒരു നടപടി വിജയ് കൈക്കൊണ്ടാൽ ജ്യോതിഷത്തെ സംബന്ധിച്ച ആളുകളിലുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം സജീവമായിരിക്കുകയാണ്. ആ സമയത്ത് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ച വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. ഇപ്പോൾ വിജയ് ഈ ജ്യോതിഷനെ നിയമിച്ചത്, ക്രിസ്ത്യാനിയായ വിജയ് ജ്യോതിഷനെ നിയമിച്ചതിലുള്ള ശരി തെറ്റുകളോ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ വിഷയം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. വളരെ ചുരുക്കത്തിൽ അതിനെ സംബന്ധിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക, അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നുള്ളത് എല്ലാ വിശ്വാസവും യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ഒന്നാണ്. കാരണം നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ രാഹുകാലം നോക്കിയിട്ടാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. അത് സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ചിന്തകളിൽ പറഞ്ഞാൽ, ആധുനിക ശാസ്ത്രം രാഹുകാലം നോക്കി പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത് നടക്കും, അല്ലെങ്കിൽ രാഹുകാലത്ത് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും ഒരു തെളിവില്ല. ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. പക്ഷേ നമ്മുടെ ആധുനിക സമൂഹത്തിൽ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളൊരു താരതമ്യം അല്ലെങ്കിൽ ഒരു വേർതിരിവ് നടത്തുമ്പോൾ പലപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പറയപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് ജാതകം നോക്കുക, പൂച്ച കുറുകെ ചാടുന്നതിനെ ഒരു അപശകുനമായി കാണുക, രാഹുകാലം നോക്കുക, ഇതിനെയെല്ലാമാണ് അന്ധവിശ്വാസമായി കാണുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ചിന്ത അതൊരു അന്ധവിശ്വാസമേ അല്ല, അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസം മാത്രമാണ്. കാരണം അതുകൊണ്ട് മറ്റാർക്കും ഒരു ദോഷവും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായൊരു വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കാത്തിടത്തോളം കാലം ഏത് തരത്തിലുള്ള വിശ്വാസമോ ആയിക്കോട്ടെ, രാവിലെ ഇറങ്ങുമ്പോൾ 10 തെറി വിളിച്ചിട്ട് ഇറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ശുഭകരമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആരും കേൾക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ 10 തെറിയും വിളിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നല്ലത് സംഭവിച്ചാൽ അതെൻ്റെ വിശ്വാസമാണ്. ആരും അതിലിടപെടേണ്ട കാര്യമില്ല. വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം സമൂഹത്തെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തന്നെയോ, ഒരു വ്യക്തിയുടെ കാര്യം വിട്ടേ, സമൂഹത്തിൻ്റെ കാര്യം വിട്ടേക്കും, മറ്റൊരു വ്യക്തിയോ ഞാനല്ലാത്ത മറ്റൊരു വ്യക്തിയോ ബാധിക്കാത്തിടത്തോളം കാലം, ദോഷകരമായി ബാധിക്കാത്തിടത്തോളം കാലം ഒരു വിശ്വാസവും അന്ധവിശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇനി അന്ധവിശ്വാസം എന്താണെന്നപ്പോൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അന്ധവിശ്വാസം വളരെ സരളമായി തന്നെ പറയാം. ഒരു ദൈവം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെല്ലാം നരകത്തിൽ പോകും. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ആ ദൈവത്തിനെ ഞാൻ 10 നേരമോ 5 നേരമോ 3 നേരമോ സ്ഥിരമായി പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ആ ദൈവം എന്നെ നരകത്തിലിട്ട് പൊരിക്കും. ഇത്രയും വരെയും വിശ്വാസമാണ്. ആ ദൈവത്തിൻ്റെ പ്രവാചകൻ ചന്ദ്രനെ 2ആയി പിളർത്തിയിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഇതും വിശ്വാസമാണ്. ഇത് അന്ധവിശ്വാസമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ പെടാത്തവരെല്ലാം വൃത്തികെട്ടവന്മാരാണ്, കൊല്ലപ്പെടേണ്ടവന്മാരാണ്, നരകത്തിൽ പോകേണ്ടവന്മാരാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തെ പുറത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അന്ധമായൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മറ്റെന്ത് കാര്യവും. ഒരു
തീവ്രമായ വിശ്വാസത്തോടു കൂടി സമൂഹത്തിന് ദോഷകരമായിട്ടുള്ളൊരു പ്രവൃത്തി ഞാൻ ചെയ്യുകയാണെങ്കിൽ അതൊരു അന്ധവിശ്വാസമായി കണക്കാക്കാം. അങ്ങനെ തന്നെ കണക്കാക്കണം. ദുർമന്ത്രവാദം, നരബലി കൊടുക്കുന്നത് മറ്റൊരാൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കണക്കാക്കണം. ജാതകം നോക്കി കല്യാണം മുടക്കുന്നത്, ജാതകത്തിനെയല്ല ഞാൻ തെറ്റായിട്ട് പറയുന്നത്, ജാതകം നോക്കുക നോക്കാതിരിക്കുക എന്നുള്ളതും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം ഒരിക്കലും ഒരു ഗ്രന്ഥത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല വളർന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമം ഉണ്ടാകുന്നത്. എന്നിരുന്നാലും പുരാണ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും, എന്തിന് കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും അർജുനൻ്റെയും സുഭദ്രയുടെയും എല്ലാം വിവാഹങ്ങൾ നടന്നപ്പോൾ, അല്ലെങ്കിൽ രാമൻ്റെയും സീതയുടെയും വിവാഹങ്ങൾ നടന്നപ്പോൾ ജാതകം പരിശോധിച്ചതായിട്ട് ഒരു പുരാണവും പറയുന്നില്ല. ജാതകം എന്നുള്ളത് സമൂഹം, ഒരു പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ ആധുനിക കാലത്തെ ഒരു സമൂഹം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ പരസ്പരം അറിയുവാനുള്ള, കാരണം അന്നത്തെ കാലത്ത് ഈ ഫോണുമൊന്നും ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തം കണ്ടെത്താനുള്ള ഒരു വഴി മാത്രമായിരുന്നു. അല്ലാതെ ചൊവ്വാദോഷം പറഞ്ഞ് പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങുന്നു തുടങ്ങിയ സംഭവങ്ങൾ ആധുനിക കാലത്തുണ്ട്. അത് ഒരു ശാസ്ത്രത്തെ, അല്ലെങ്കിൽ ശാസ്ത്രമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയെ ചിലർ ദുരുപയോഗം ചെയ്യുന്നത് മാത്രമാണ്. അതിനെ വേണമെങ്കിൽ ഈ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ അന്ധവിശ്വാസികളെന്ന് വിളിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രവാചകൻ ചന്ദ്രനെ പിളർത്തി എന്നൊരാളുടെ വിശ്വാസത്തെ അന്ധവിശ്വാസമെന്ന് വിളിക്കേണ്ട കാര്യമില്ല, ആസ് ലോങ് ആസ് അയാൾ ആ വിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരെ വെട്ടിക്കൊല്ലുവാൻ മുതിരാത്തിടത്തോളം കാലം. അതുപോലെ തന്നെയാണ് ജാതകത്തിലെ ചൊവ്വാദോഷം കൊണ്ട് എൻ്റെ മകൻ്റെ ഭാര്യ ദോഷമാണ് എന്ന് കരുതി അവളെ കിണറ്റിൽ തള്ളിയിടുവാൻ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ മുതിരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കൂടുതൽ സ്ത്രീധനം ചൂഷണ രീതിയിൽ വാങ്ങിയെടുക്കുവാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അത് വിശ്വാസമായി തന്നെ തുടരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ വിജയുടെ ഈ ജ്യോതിഷൻ്റെ നിയമനം, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടുള്ള നിയമനം ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ നമ്മുടെ മാപ്രകൾ പറയുന്നത് പോലെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ തലത്തിലല്ല. അന്ധവിശ്വാസം എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം, ആവർത്തിച്ച് പറയാം, നീട്ടിപ്പരത്തി തന്നെ പറയുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചാലും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഇവരിൽ വിശ്വസിക്കാത്തവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണ്, അവിശ്വാസികളാണ്, കള്ളന്മാരാണ്, സത്യനിഷേധികളാണ് എന്ന ധാരണയോടുകൂടി ആ ധാരണ പൊതുസമൂഹത്തിനിടയിൽ ഭീകരവാദ പ്രവർത്തനമായി നടപ്പാക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ വിശ്വാസവും, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും, എൻ്റെ ദൈവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ആ പ്രവാചകനോ അദ്ദേഹത്തിൻ്റെ പൂജാരിയോ ആരാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ വൃത്തത്തിനുള്ളിൽ പെടും. മറ്റെല്ലാം വിശ്വാസങ്ങൾ മാത്രമാണ്. വിശ്വാസത്തിന് ശാസ്ത്രീയ അടിത്തറ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവും പിടിച്ചിട്ട് കാര്യമില്ല. ജ്യോതിഷത്തിൽ വിജയ് വിശ്വസിച്ചു, വിജയ് മുഖ്യമന്ത്രിയായി. ഉദയനിധി സ്റ്റാലിൻ രഹസ്യമായി വിശ്വസിച്ചു, ഉദയനിധി സ്റ്റാലിന് പണി കിട്ടി. പി ജയരാജൻ രഹസ്യമായി അമ്പലങ്ങൾ സന്ദർശിച്ചു, ചരിത്രം പഠിക്കാനായി പോയതെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ഗുണം കിട്ടിയില്ല. ഇതെല്ലാം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെടണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ അവർക്കത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളാകാം, അതിനും ആരും തടയുവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് എന്തിന് ഞാൻ ഗവേഷണം നടത്തണമെന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് സ്വയം ചോദിച്ചാൽ സമൂഹത്തിനിടയിൽ ആ ചോദ്യം ഉന്നയിക്കുവാനുള്ള അവകാശങ്ങൾ പോലും നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിനുള്ള മറുവാദങ്ങൾ കേൾക്കുവാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് അത്തരുണത്തിൽ. കാരണം നിങ്ങൾ അത്തരത്തിലൊരു ചോദ്യം സമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എഴുതി വിടുകയാണെങ്കിൽ അതിൻ്റെ മറുപടികൾ ചിലപ്പോൾ ലഭിച്ചേക്കാം. ആ മറുപടികൾ ലഭിക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കരുത്. എൻ്റെ ദൈവവും അദ്ദേഹത്തിൻ്റെ പ്രവാചകനുമാണ് സത്യം എന്ന് നിങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുകയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അല്ല, നിങ്ങളുടെ ദൈവം സത്യമല്ല എന്നുള്ള അഭിപ്രായം, നിങ്ങളുടെ പ്രവാചകൻ വ്യാജനാണ് എന്ന് ഉള്ള അഭിപ്രായം എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പറയുവാനുള്ള അവകാശവും നിങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസമായി അധപ്പതിക്കും. അല്ലാത്തിടത്തോളം കാലം ഒരു സഹജമായ, ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു സംവാദത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ അയാളെ വെട്ടിക്കൊല്ലുവാനുള്ള ഇടപാടുകൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തന്നെയാണ്. അങ്ങനെ ചെയ്താൽ അത് അന്ധവിശ്വാസം. അത്രയേ ഉള്ളൂ കാര്യം. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്.
ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.